ലെറ്റ് സ്ട്രെങ്ത്സ് ബി വീക്ക്നെസ്സസ്. നമ്മുടെ തന്നെ സ്ട്രെങ്ത് ആയിട്ടുള്ള ബലമായിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ വീക്ക്നെസ് ആയിട്ട് മാറിയേക്കാം, നമ്മുടെ ബലഹീനതയായിട്ട് മാറിയേക്കാം. അങ്ങനെ മാറാൻ സാധ്യതയുള്ള ഒരു 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ മിക്ക ആളുകളും എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്കൊരു വാശി ഉണ്ടാകും. ആ വാശി കാരണം നമ്മൾ അത് ചിലപ്പോൾ നേടിയെടുത്തെന്നും വരാം. പക്ഷേ ഈ വാശി എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഗുണകരമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വാശിയുടെ കൂടെ അതിൻ്റെ പുറകിൽ ഒരു ദുരഭിമാനത്തിൻ്റെ ഒരു പങ്കുകൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാശത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ എപ്പോൾ വാശി പിടിക്കണം, എന്തൊക്കെ കാര്യത്തിൽ വാശി പിടിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൺട്രോൾ. ഇപ്പം നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു പുതിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെങ്കിൽ എല്ലാ കാര്യത്തിലും എൻ്റെ കൈകൾ ഉണ്ടാവണം, എൻ്റെ നോട്ടം ഉണ്ടാകണം എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എല്ലാ കാലത്തേക്കും നല്ലതായിരിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ ആ ഒരു സ്ഥാപനം വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറ്റുള്ളവരെ ഏൽപ്പിച്ച് നമുക്ക് മറ്റു കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടും വരും. അതല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള വ്യക്തികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോൾ വേണം, എപ്പോൾ അത് പതുക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോയൽറ്റി, ആത്മാർത്ഥത. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ധാരാളം വിശ്വാസമുള്ള പല ആളുകളും ഉണ്ടാകാം. അതിനൊരു കാരണം എന്ന് വെച്ചാൽ അവരോടൊപ്പം നമ്മൾ കുറേ കാലം ചെലവഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലൊരു സിങ്ക് ഉണ്ടാവും. പക്ഷെ ആ സിങ്ക് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു ആത്മാർത്ഥത നമുക്ക് തന്നെ ഒരു തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളത് കണ്ടില്ല എന്ന് നടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു സ്ഥാപനത്തിലോ, ഒരു ബിസിനസ് സ്ഥാപനത്തിലോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ മാത്രമല്ല, കുടുംബത്തിലും നമുക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ അത് നമ്മളോടും ആ കുടുംബത്തോടും ആ വ്യക്തിയോടും ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് എപ്പം തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അല്ലാതെ നമ്മുടെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബലഹീനതയായിട്ട് മാറാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട്. അതിനെ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.